ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആവോലിയൊക്കെ നല്ല കിട്ടുന്ന ടൈമല്ലേ, അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ 4 വലിയ സൈസ് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കായം പുരട്ടാൻ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ മീനിൽ എല്ലാ ഭാഗത്തും തട്ടണ വിധത്തിൽ ഒന്ന് തേച്ച് വെക്കണം കേട്ടോ. മീനിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നല്ലതിൽ ഇതൊന്ന് തേച്ച് വെച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം. എത്രത്തോളം നമ്മൾ ഇതിങ്ങനെ കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു അത്രത്തോളം നമ്മുടെ മീനിക്ക കായൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് 4ഉം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ മീനൊക്കെ ഏകദേശം ഇവിടെ അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മീൻ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 3 വലിയ സൈസ് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് സവാളയുടെ എണ്ണം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇത് ഏകദേശം 4 ആവോലി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വലിയ സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയപ്പോൾ ഇതിലേക്കുള്ള മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരക പൗഡർ, 1 ടീസ്പൂണ് കുരുമുളക് പൗഡർ ഇട്ടാൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സൈസ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളി പെട്ടെന്ന് വെന്ത് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള 3/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗത്തും ഒന്ന് എത്തിയിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ ഈ മീനൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മീൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മസാല ഇട്ടിട്ട് അത് വാഴൻ്റെല ഒന്ന് മടക്കിയിട്ട് അങ്ങനെ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ വാഴൻ്റെല മടക്കിയെടുക്കാനാണ് അത്ര എക്സ്പേർട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മടക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ മടക്കിയിട്ട് ഞാൻ അതൊന്ന് വാഴൻ്റെല തന്നെ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കെട്ടി വെച്ചിരിക്കണം കേട്ടോ. വാഴൻ്റെ തണ്ടുമുള്ള ഒരു തന്നെ എടുത്തുങ്ങാണ്ട് അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 4 ഇതേപോലെ ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മീൻ അതിന്മേൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ 2 സൈഡും അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ വാഴൻ്റെലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഇതായിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ മീനിൽ പിടിക്കണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചിട്ടിട്ടൊക്കെ അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 മിനിറ്റിനും കൂടുതലായിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ മീൻ പൊള്ളിച്ചത് ആവോലി പൊള്ളിച്ചത് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ ആ വാഴൻ്റെല തുറക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.